ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് t-test for testing equality of population means of two independent normal populations. ഇതിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് സാമ്പിൾ t-test എന്ന് വിളിക്കും. അതായത് രണ്ട് നോർമൽ പോപ്പുലേഷൻസ് ഉണ്ട്. രണ്ട് നോർമൽ പോപ്പുലേഷൻസിന്റെ മീനിന്റെ ഇക്വാളിറ്റി അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. മീനിന്റെ ഇക്വാളിറ്റിയുടെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, when the sample sizes are small. So we are given let x1 bar and s1 square be the mean and variance of a sample of size n1 drawn from a normal population with mean mu1 and variance sigma 1 square. And let x2 bar and s2 square be the mean and variance of a sample of size n2 drawn from a normal population with mean mu2 and variance sigma 2 square. Also, the two normal populations are independent. We want to test whether the population means of these independent populations are equal or not. See, when we are testing the equality of these means of these two normal populations, we are actually testing the significant difference of the sample means. Okay, that is x1 bar and x2 bar. അതായത് x1 bar sample meansന്റെ ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ ഇല്ലയോ എന്നും കൂടിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. Okay, so for that we have the assumptions. The parent population from which the samples are drawn are normal. Second assumption is the sample observations are independent and random. Third observation, the sample sizes should be small. And the fourth assumption is the population standard deviation sigma 1 and sigma 2 must be equal but unknown. Okay. So, നമുക്ക് രണ്ട് നോർമൽ പോപ്പുലേഷൻസ് ഉണ്ട്. n mu1, sigma 1 square. അതായത് ഫസ്റ്റത്തെ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ n mu1, sigma 1 square ആണ്. സെക്കൻഡ് നോർമൽ പോപ്പുലേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ സെക്കൻഡ് പോപ്പുലേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ mu2, sigma 2 square ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൽ ആദ്യത്തെ പോപ്പുലേഷനിൽ നിന്നും n1 സൈസ് ഉള്ള ഒരു സാമ്പിൾ എടുത്തു. രണ്ടാമത്തെ പോപ്പുലേഷനിൽ നിന്നും n2 സൈസ് ഉള്ള സാമ്പിൾ എടുത്തു. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾ മീൻ x1 ബാറും സാമ്പിൾ വേരിയൻസ് s1 സ്ക്വയറും കിട്ടി. അതുപോലെ രണ്ടാമത്തെ പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾ മീന് x2 ബാറും സാമ്പിൾ വേരിയൻസ് s2 സ്ക്വയറും കിട്ടി. Okay, so we need to test mu1 minus mu2 equal to 0 അല്ലെങ്കിൽ mu1 equal to mu2 0. Okay, versus h1 mu1 minus mu2 greater than 0 or less than 0 not equal to 0. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഹൈപ്പോത്തിസുകളും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് വൺ ടെയിൽ ടെസ്റ്റ് ആകുമ്പോൾ, ഈ ഹൈപ്പോത്തിസിസ് ഉപയോഗിക്കുമ്പോൾ ടു ടെയിൽ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം ഇത് നമുക്ക് ഹൈപ്പോത്തിസിസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഏത് പാരാമീറ്റർ ആണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് എടുക്കുക. ഇവിടെ mu1 minus mu2 ആണ് നമ്മൾക്ക് അതിന്റെ ഈക്വാലിറ്റി ആണ്, അല്ലെങ്കിൽ അതിന്റെ mu1 minus mu2 equal to 0 എന്നുള്ള ആ ഹൈപ്പോത്തിസിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് mu1 minus mu2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആയി x1 bar minus x2 bar എടുത്തു, മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x1 bar minus x2 bar divided by standard deviation of x1 bar minus x2 bar. Okay, this is how you can compute the or derive the test statistic. And in this case, if the test statistic follow, if the test follow satisfy all these assumptions, നമുക്കറിയാം 4 assumptionsനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ 4 assumptions satisfy ചെയ്യുവാണെങ്കിൽ under the null hypothesis this test statistic will follow t distribution with n1 plus n2 minus 2 degrees of freedom. Okay, so we have the hypothesis mu1 minus mu2 equal to 0 versus h1 mu1 minus mu2 greater than 0, mu1 minus mu2 less than 0 or mu1 minus mu2 not equal to 0. നമ്മൾ മുൻപ് ലാർജ് സാമ്പിൾ ടെസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ mu1 minus mu2 equal to 0, mu1 minus mu2 equal to 0 എന്ന് പകരം mu1 equal to mu2 എഴുതിയാലും തെറ്റില്ല. mu1 minus mu2 greater than 0 പകരം mu1 greater than mu2 എഴുതാം. അതുപോലെ mu1 less than mu2 എഴുതാം, mu1 not equal to mu2 എഴുതാം. രണ്ടും ഈക്വലന്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അണ്ടർ നൾ ഹൈപ്പോത്തസിസ്.
x1 ബാർ മൈനസ് x2 ബാർ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്. അതായത് x1 ബാർ മൈനസ് x2 ബാർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x1 ബാർ മൈനസ് x2 ബാർ ആണ്. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് x1 ബാർ മൈനസ് x2 ബാർ എന്ന് പറയുന്നത് mu1 മൈനസ് mu2 ആണ്. അണ്ടർ നൾ ഹൈപ്പോത്തസിസ് ദിസ് mu1 മൈനസ് mu2 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ n1 sigma 1 square plus n2 sigma 2 square divided by n1 plus n2 minus 2 എന്നാണ് വരുന്നത്. പക്ഷെ നമുക്ക് sigma 1 square sigma 2 square അൺനോൺ ആയത് കാരണം തന്നെ അത് ഈക്വൽ ആണ് നമുക്ക് അസംഷൻ ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് ദേ ആർ അൺനോൺ ആയത് കാരണം നമുക്ക് അതിനെ സാമ്പിൾ എസ്റ്റിമേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. n1 s1 square plus n2 s2 square divided by n1 plus n2 minus 2 divided by into 1 by n1 plus 1 by n2. ഓക്കെ, സോ ഇവിടെ സാമ്പിൾ സൈസ് n1 ഉം n2 സ്മോൾ ആണ് എടുത്തിട്ടുണ്ട്. If sample sizes n1 and n2 are large, then this t will follow standard normal distribution. അപ്പോൾ നമുക്ക് ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ സാമ്പിൾ സൈസ് സ്മോൾ ആയത് കാരണം നമ്മുടെ ഇവിടെ ടി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആൻഡ് ഈ സ്റ്റാറ്റിസ്റ്റിക് അണ്ടർ നൾ ഹൈപ്പോത്തസിസ് ദി സ്റ്റാറ്റിസ്റ്റിക് ഫോളോ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 plus n2 minus 2 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ n1 n2 സ്മോൾ ആണെങ്കിൽ കൂടെ സിഗ്മ 1ന്റെയും സിഗ്മ 2ന്റെയും വാല്യൂ നോൺ ആണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ നമുക്ക് അവിടെ ലാർജ് സാമ്പിൾ ടെസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്, സ്മോൾ ആണെങ്കിൽ പോലും. പക്ഷെ ഇവിടുത്തെ കേസിൽ സ്മോളും ആണ്, പക്ഷെ സിഗ്മ 1 സിഗ്മ 2ന്റെ വാല്യൂസ് അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസിന്റെ വാല്യൂ അൺനോൺ ആണ്. സോ ഈ കേസിലാണ് നമ്മുടെ ടി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ടി സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ടി ഡിസ്ട്രിബ്യൂഷൻ അത് കണ്ടു. അപ്പം ഇതിന്റെ ക്രിട്ടിക്കൽ റീജിയൻ കണ്ടെത്താനായിട്ട് നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ് ഉപയോഗിക്കുന്നത്. So this is the critical region. അല്ലെങ്കിൽ റിജക്ഷൻ റൂൾ എന്ന് പറയുന്നത് if mu1 minus mu2 greater than 0 ആണെങ്കിൽ we will reject the null hypothesis if t greater than t alpha. If mu1 minus mu2 less than 0 ആണെങ്കിൽ we will reject the null hypothesis if t less than minus t alpha. mu1 minus mu2 not equal to 0 ആണെങ്കിൽ we will reject the null hypothesis mod t greater than t alpha by 2. And about t alpha and t alpha by 2 are obtained from t distribution table for n1 plus n2 minus 2 degrees of freedom. Okay, and this is the distribution t distribution table. Okay, ഇവിടെ നിന്ന് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ എടുക്കാൻ പറ്റുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മുകളിൽ 2 tail ടെസ്റ്റും ഉണ്ട്, താഴെ 1 tail ടെസ്റ്റും ഉണ്ട്. ഇപ്പോൾ നമുക്ക് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 tail ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കണം. 2 tail ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ഈ കോളമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, 2 tail ടെസ്റ്റിന് 5% ഇതും 1 tail ടെസ്റ്റിന് 5% ഇതും. അപ്പൊ അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നോക്കി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ടി ടെസ്റ്റ് വെച്ചിട്ടുള്ള 2 പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, 2 samples are taken from normal populations resulting in the following statistics. Sample 1, n1 is equal to 16, x1 bar is equal to 34, s1 is equal to 2.5, and sample 2 gives n2 is equal to 25, x2 bar is equal to 45, s2 is equal to 3. Test whether the samples can be regarded as coming from the same normal population. Okay, ഇവിടെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ഇത് നോർമൽ പോപ്പുലേഷൻ ആണ് തന്നിട്ടുണ്ട്. സാമ്പിൾ എടുത്തിരിക്കുന്നത് 2 നോർമൽ പോപ്പുലേഷൻ ആണ് തന്നിട്ടുണ്ട്. സാമ്പിൾ സൈസസ് സ്മോൾ ആണ്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് അൺനോൺ ആണ്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ യൂസ് ടി ടെസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം 2 നോർമൽ പോപ്പുലേഷനിൽ നിന്നും 2 സാമ്പിൾ എടുത്തിട്ടുണ്ട്. 2 ഇൻഡിപെൻഡന്റ് നോർമൽ പോപ്പുലേഷൻ ആണ്, 2 സാമ്പിൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ സാമ്പിളിൽ നമുക്ക് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 16 ആണ്. ഈ n1 16 സൈസുള്ള സാമ്പിളിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന സാമ്പിൾ മീൻ എന്ന് പറയുന്നത് 34 ആണ്. അതുപോലെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 2.5 ആണ്. അതുപോലെ സെക്കൻഡ് സാമ്പിൾ ഓഫ് സൈസ് 25, രണ്ടാമത്തെ സാമ്പിൾ സൈസ് 25 ആണ്. അവിടെ നിന്നും കിട്ടിയിരിക്കുന്ന സാമ്പിൾ മീൻ എന്ന് പറയുന്നത് 45 ആണ്. അതുപോലെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, സോ ടെസ്റ്റ് whether the samples can be regarded as coming from the same normal population. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ടി ടെസ്റ്റ് നമുക്കറിയാം ആദ്യത്തെ പോപ്പുലേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ mu1, sigma 1 square ആണ്. അതുപോലെ സെക്കൻഡ് പോപ്പുലേഷന്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് mu2, sigma 2 square ആണ്. ഓക്കെ,
അപ്പൊ ഇവിടെ നമുക്കൊരു അസംഷൻ ഉണ്ട്. ടി ടെസ്റ്റിൽ നമുക്ക് അസംഷൻ ഉണ്ട് σ1 സ്ക്വയർ ഇസ് ഈക്വൽ ടു σ2 സ്ക്വയർ, അല്ലെങ്കിൽ σ1 ഇസ് ഈക്വൽ ടു σ2 സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇനി we need to test whether the samples can be regarded as coming from the same normal population. അപ്പൊ രണ്ട് നോർമൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ രണ്ട് പോപ്പുലേഷൻസ് അല്ലെങ്കിൽ രണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ രണ്ട് റാൻഡം വേരിയബിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ആ രണ്ട് റാൻഡം വേരിയബിളിന്റെയും ഡിസ്ട്രിബ്യൂഷൻ സെയിം ആയിരിക്കണം. അത് മാത്രമല്ല അതിന്റെ പാരാമീറ്റേഴ്സും ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേസിൽ രണ്ട് പാരാമീറ്റേഴ്സ് ഉള്ളത് μ1 σ1 സ്ക്വയർ അല്ലെങ്കിൽ μ2 σ2 സ്ക്വയർ. അപ്പൊ ഇവിടെ ഈ σ1 സ്ക്വയറും ഈക്വൽ ടു σ2 സ്ക്വയർ നമ്മൾ അസംഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യണം, ഇത് രണ്ടും സെയിം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് അറിയണമെങ്കിൽ μ1 ഈക്വൽ ടു μ2 ആണെന്ന് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ μ1 ഈക്വൽ ടു μ2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും ദീസ് ടു സാമ്പിൾസ് ആർ കമ്മിങ് ഫ്രം ദ സെയിം നോർമൽ പോപ്പുലേഷൻ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഹൈപ്പോത്തസിസ് എന്തായിരിക്കും, ഹൈപ്പോത്തസിസ് H0 μ1 മൈനസ് μ2 ഈക്വൽ ടു 0 വേഴ്സസ് നമുക്കത് സെയിം പോപ്പുലേഷൻ ആണോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് μ1 മൈനസ് μ2 നോട്ട് ഈക്വൽ ടു 0 എന്ന് കാട്ടും. ഓക്കെ, സോ then test statistic T is equal to x1 bar minus x2 bar divided by square root of n1 s1 square plus n2 s2 square divided by n1 plus n2 minus 2 into 1 by n1 plus 1 by n2. And this follows T distribution with n1 plus n2 minus 2 degrees of freedom. Okay, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. Therefore, T is equal to x1 bar എന്ന് വെച്ച് കഴിഞ്ഞാൽ it is 34 minus 45 divided by square root of n1 എന്ന് വെച്ചാൽ 16 ആണ്, s1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 ആണ്, അതിന്റെ s1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6.25 വരും, പ്ലസ് 25 ഇൻറ്റു s2 എന്ന് പറഞ്ഞത് 3 ആണ്, അതിന്റെ s2 സ്ക്വയർ എന്ന് വെച്ചാൽ 9 വരും, ഡിവൈഡഡ് ബൈ 16 പ്ലസ് 25 മൈനസ് 2 ഇൻറ്റു 1 by 16 plus 1 by 25. ഓക്കെ, നമ്മളത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, മൈനസ് 11 by 0.9242 എന്ന് കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 11.90 എന്ന് കിട്ടും. ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഇനി വാട്ട്സ് റിജക്ഷൻ റൂൾ, നമുക്ക് എന്താ റിജക്ഷൻ റൂൾ നോക്കാം. റിജക്ഷൻ റൂൾ എന്താണ്, we will reject the null hypothesis. ഇവിടെ നമുക്കറിയാം നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ടൈൽ ടെസ്റ്റ് ആണ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നോട്ട് ഈക്വൽ ടു 0 നടത്തിയിരിക്കുന്നത് ടു ടൈൽ ടെസ്റ്റ് ആണ്. അത് കാരണം തന്നെ റിജക്ട് null hypothesis if mod t greater than t alpha by 2 ആണ്. ഓക്കെ, നമുക്കിവിടെ ആൽഫയുടെ വാല്യൂ തന്നിട്ടില്ല, അത് കാരണം നമുക്ക് you can take it as take alpha is equal to 0.05. അങ്ങനെയെങ്കിൽ then for n1 plus n2 minus 2, അതായത് 16 plus 25 minus 2, that is then for 39 degrees of freedom. അതായത് n1 plus 16 plus 25 41 minus 2 39 degrees of freedom. Our critical value 0.05 comma 39 is equal to, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടു ടൈൽ ടെസ്റ്റ് ആണ്. ടു ടൈൽ ടെസ്റ്റിൽ നമ്മുടെ ഈ സെക്കൻഡ് ഇതാണ് എടുക്കേണ്ടത്. ടു ടൈൽ ടെസ്റ്റിൽ നമ്മുടെ സെക്കൻഡ് കോളമാണ് എടുക്കേണ്ടത് 5%. അതിൻ്റെ അകത്ത് 39 എന്ന് വരുമ്പം ഇവിടെ നമുക്കറിയാം നമുക്കിവിടെ നമുക്ക് 39 എന്ന് പറയുമ്പോൾ നമുക്ക് 38ഉം 40 ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ രണ്ടിന്റെ വാല്യൂ ഉണ്ട്. അപ്പം 38ല് ക്രിട്ടിക്കൽ വാല്യൂ 2.024ഉം 40ല് 2.021 ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ആവറേജ് എടുക്കാം.
ഓക്കെ, അവരെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ ഇസ് ഈക്വൽ ടു 2.0225 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് ദ ക്രിട്ടിക്കൽ വാല്യൂ ഫോർ 39 degrees of freedom. Okay, since mod t, what is mod t? Mod t is equal to 11.9 is greater than the critical value 2.0225. We reject the null hypothesis mu1 minus mu2 equal to 0. Like critical rule satisfy ചെയ്യുന്നുണ്ട്. So we will reject the null hypothesis. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? This implies we cannot consider the two samples are coming from the same normal population. Okay, ഇവിടെ നമ്മുടെ population variances equal ആയിരിക്കാം, പക്ഷേ ഇവിടെ population means equal അല്ല. So we cannot consider these two samples are coming from same normal population. Okay, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എ ഗ്രൂപ്പ് ഓഫ് 5 പേഷ്യൻസ് ട്രീറ്റഡ് വിത്ത് മെഡിസിൻ എ വെയ് 42, 39, 48, 60 and 41 kilograms. Okay, a second group of 6 patients from same hospital treated with medicine B weigh 38, 42, 56, 64, 67 and 69. Okay, do you agree with the claim that medicine B increases the weight significantly? ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് രണ്ട് മെഡിസിൻസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് മെഡിസിൻസിന്റെ എഫക്റ്റീവ്നെസ് ടെസ്റ്റ് ചെയ്യണം. അതായത് ഇത് വെയിറ്റ് ഒരു പർട്ടിക്കുലർ മെഡിസിൻ ആണ്. ആ പർട്ടിക്കുലർ മെഡിസിൻ എടുക്കുമ്പോൾ വെയിറ്റ് കുറയുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, കുറയുന്നുണ്ടോ ഇല്ലയോ എന്നല്ല. ഡു യു അഗ്രി വിത്ത് ദ ക്ലെയിം ദാറ്റ് മെഡിസിൻ ബി ഇൻക്രീസസ് ദ വെയിറ്റ് സിഗ്നിഫിക്കൻറ്റ്ലി? ഓക്കെ, മെഡിസിൻ ബി ഇൻക്രീസസ് ദ വെയിറ്റ് സിഗ്നിഫിക്കൻറ്റ്ലി. അതായത് മെഡിസിൻ ബി വെയിറ്റ് കൂട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഉണ്ടോ, നമുക്കിവിടെ ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മെഡിസിൻ ബി വെയിറ്റ് കൂട്ടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഓക്കെ, സോ ഹിയർ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ഗിവൺ n1 is equal to 5. ഫസ്റ്റത്തെ സാമ്പിൾ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ആണ്. ദെൻ നമുക്ക് 5 വാല്യൂസ് തന്നിട്ടുണ്ട്, 5 പേഷ്യൻസിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് 46 ആൻഡ് ഇതിന്റെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ വേരിയൻസ് പറയുന്നത് 58 ആണ്. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ സാമ്പിൾ സൈസ്, അതായത് രണ്ടാമത്തെ നോർമൽ പോപ്പുലേഷൻ നിർത്തിയിരിക്കുന്ന സാമ്പിൾ സൈസ് 6 ആണ്. ദെൻ അതിൽ നിന്നും കിട്ടിയിരിക്കുന്ന വേരിയൻസ് എന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 56 ആൻഡ് സാമ്പിൾ വേരിയൻസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ സെക്കൻഡ് സാമ്പിൾ ഈസ് 174.8 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് H0 mu1 minus mu2 equal to 0 versus H1. Do you agree with the claim that medicine B increases the weight significantly? B increases the weight significantly mu1 less than mu2 എന്ന് വരും. അതായത് സെക്കൻഡ് പോപ്പുലേഷൻ അല്ലെങ്കിൽ മെഡിസിൻ ബി അതിന്റെ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് mu2 ആണ്. ഓക്കെ, അപ്പൊ mu2 mu1നേക്കാളും ഗ്രേറ്റർ ആണോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ എക്സാം എഴുതുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. അതായത് ലെറ്റ് mu1 be the population mean of the first population and mu2 be the population mean of the second population. Okay, second population നിങ്ങൾ പറഞ്ഞിരിക്കണം. അല്ലാതെ mu1 mu2 എന്താണെന്ന് പറയാതെ പ്രോബ്ലം ചെയ്യരുത്. mu1 mu2 എന്താണെന്ന് നിങ്ങൾ നേരത്തെ പറയണം. ഓക്കെ, അതുപോലെ S1 സ്ക്വയർ എന്താണ്, S2 സ്ക്വയർ എന്താണ്, x1 എന്താണെന്നൊക്കെ ക്ലിയർ ആയിട്ട് പറയണം. ഓക്കെ, അപ്പൊ mu1 mu2 എന്ന് പറയുന്നത് mu1 എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ പോപ്പുലേഷൻ, അതായത് ഫസ്റ്റത്തെ പോപ്പുലേഷൻ ഉദ്ദേശിക്കുന്നത്
നമ്മുടെ മെഡിസിൻ എ അപ്ലൈ ചെയ്തിരിക്കുന്ന പേഷ്യൻസ് ആണ് ഫസ്റ്റത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഫസ്റ്റത്തെ പോപ്പുലേഷന്റെ മീൻ ആണ് μ1, സെക്കൻഡ് പോപ്പുലേഷന്റെ മീൻ എന്ന് വെച്ചാൽ μ2 ആണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ സാധാരണ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണ് തരുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു ഡാറ്റ തരുന്നതെങ്കിൽ, ഇവിടെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ അസംഷൻ തന്നിട്ടില്ല. ഓക്കെ, ഇവിടെ തന്നിട്ട് നമ്മുടെ പോപ്പുലേഷൻ ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടില്ല. പക്ഷെ നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ആദ്യം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഈ ഡാറ്റയുടെ നോർമാലിറ്റി ടെസ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് പല ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ ആ ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് ആദ്യം നോർമാലിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ മറ്റു നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ അത് നിങ്ങൾ പഠിക്കും, അത്തരം ടെസ്റ്റുകളാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പക്ഷെ പരീക്ഷയ്ക്ക് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ അസ്യൂം ദ ഡാറ്റ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ ഇവിടെ നമ്മൾ ഇത് നമ്മുടെ ഈ വെയിറ്റ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള അസംഷൻ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് നോക്കാം. ഹിയർ വി ആർ അസ്യൂമിംഗ് ദാറ്റ് ദ വെയിറ്റ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ ടി ടെസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു x1 bar minus x2 bar divided by square root of n1 s1 square plus n2 s2 square divided by n1 plus n2 minus 2 into 1 by n1 plus 1 by n2. And this will follow t distribution with n1 plus n2 minus 2. Okay. അപ്പൊ ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദെയർഫോർ ടി ഈസ് ഈക്വൽ ടു x1 ബാർ എന്ന് പറയുന്നത് 46 ആണ്. 46 മൈനസ് 56 ഡിവൈഡഡ് ബൈ n1 s1 സ്ക്വയർ. n1 എന്ന് വെച്ചാൽ 5 ആണ്. 5 ഇൻറ്റു s1 സ്ക്വയർ is 58 plus n2 is 6 into 174.8 divided by 5 plus 6 minus 2 into 1 by 5 plus 1 by 6. And this is equal to minus 1.354. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you will get this value. Okay. ഇവിടെ നമുക്കറിയാം നമ്മുടെ null hypothesis എന്ന് പറയുന്നത് h1 μ1 less than μ2 എന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, μ1 less than μ2 എന്ന് എടുക്കാം. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് μ1 less than, ഇവിടെ നമ്മൾ μ1 minus μ2 equal to 0 എന്ന് എടുത്തത് കാരണം തന്നെ നമുക്കിവിടെ μ1 minus μ2 less than 0 എന്ന് എടുക്കാം. ഓക്കെ, μ1 minus μ2 less than 0 എന്ന് പറഞ്ഞാൽ μ1 less than μ2 എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ μ1 minus μ2 equal to 0 എടുത്തത് കാരണം നമുക്കിത് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് μ1 minus μ2 less than 0 ആയാലും തന്നെ നമ്മുടെ റിജക്ഷൻ റൂൾ എന്ന് പറയുന്നത് we will reject the null hypothesis h0 if t less than minus t alpha. Okay, ഇവിടെ നമുക്ക് ആൽഫ തന്നിട്ടില്ലാത്ത കാരണം തന്നെ you can take alpha is equal to 0.05 and the degrees of freedom എന്ന് വെച്ചാൽ n1 plus n2 minus 2 ആണ്. So 5 plus 6 11 minus 2 it is 9. So the critical value is 0.059 which is equal to, ഇവിടെ നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നോക്കണം. ഇവിടെ വൺ ടെയിൽ ടെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ്, ലെസ് ആണ്. അപ്പോൾ വൺ ടെയിൽ ടെസ്റ്റ് പറയുമ്പോൾ നമ്മൾ ഈ കോളാണ് ഉപയോഗിക്കുന്നത്. സോ വൺ ടെയിൽ ടെസ്റ്റിൽ 9 കറസ്പോണ്ടിങ് ആയിട്ട് 1.833 ആണുള്ളത്. സോ നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 1.833 ആണ്. സിൻസ് ടി എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു മൈനസ് 1.354 ആണ്, which is less than minus t alpha minus 1.833 ആണ്. No, it is not less than ആണ്. It is not less than minus 1.833. We do not reject h0.
That is mu1 minus mu2 equal to 0. മനസ്സിലാകുന്നുണ്ടോ? അതായത് minus 1.354 ആണ് minus 1.833 വലുത്. So since the test it's not satisfying the rejection rule, we do not have evidence to reject the null hypothesis. Okay, so we cannot say that the medicine B increased the weight significantly. Okay, medicine B ചെറിയ increase ഒക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെയും that increase is not significant. Okay, so ഇത്രയാണ് നമ്മൾക്ക് ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടി ടെസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് ദി ഇക്വാലിറ്റി ഓഫ് പോപ്പുലേഷൻ മീൻസ് ഓഫ് ടു ഡിപെൻഡന്റ് നോർമൽ പോപ്പുലേഷൻസ് ആണ്. ഓക്കെ, മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടി ടെസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് ദി ഇക്വാലിറ്റി ഓഫ് പോപ്പുലേഷൻ മീൻസ് ഓഫ് ടു ഇൻഡിപെൻഡന്റ് നോർമൽ പോപ്പുലേഷൻ ആണെങ്കിൽ ഇവിടെ ടു ഡിപെൻഡന്റ് നോർമൽ പോപ്പുലേഷൻസ് ആണ്. അപ്പൊ ഇവിടെ ആ ടെസ്റ്റ് നമ്മൾ പെയർഡ് ടി ടെസ്റ്റ് വിളിക്കും. ഓക്കെ, ഡിപെൻഡന്റ് പോപ്പുലേഷന് പെയർഡ് ടി ടെസ്റ്റ് വിളിക്കും. ഓക്കെ, അപ്പൊ ഇതുവരെയും ഡിസ്കസ് ചെയ്തതിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ നമ്മുടെ അസംഷൻസും കൺസിഡറേഷൻസും ഒക്കെ വരുന്നത്. എന്താ നമുക്ക് നോക്കാം. In this case, we have the following considerations. First, the sample sizes are equal, n1 equal to n2, which is equal to n. And the two samples are not independent, but the sample observations are paired together. That is, the pair of observations xi, yi for i is equal to 1 to etc. n. Here, we need to test the sample means xi's and yi's differ significantly or not. For that, take di is equal to xi minus yi for I is equal to 1 to etc. n, and assume that di follows normal distribution with the mean mu and variance sigma square for I is equal to 1 to etc. n. Then the testing of equality of population means of xi's and yi's is equal to test the significance of the population mean of di. That is mu is equal to 0. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒബ്സർവേഷൻസ് ഒക്കെ പെയർഡ് ആണ്. ഓക്കെ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് എപ്പോഴും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഒരു റെസ്പോണ്ടന്റിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ഇപ്പൊ x1 ആൻഡ് y1 ആർ ദ ഫസ്റ്റ് സാമ്പിൾസ് ആണെങ്കിൽ x1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സാമ്പിളിലെ ഫസ്റ്റ് ഒബ്സർവേഷനും y1 എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സാമ്പിളിലെ ഫസ്റ്റ് ഒബ്സർവേഷനും ആണെങ്കിൽ ഈ x1ഉം y1ഉം പെയർഡ് ആയിരിക്കും. ആൻഡ് ദീസ് ഇൻഫർമേഷൻ ആർ കളക്റ്റഡ് ഫ്രം സെയിം റെസ്പോണ്ടന്റ്. ഒരാളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഒരു മെഷീനിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്ന ഒബ്സർവേഷൻ ആയിരിക്കും. അതുപോലെ x2 ഈസ് ദ സെക്കൻഡ് ഒബ്സർവേഷൻ ഓഫ് ദി ഫസ്റ്റ് സാമ്പിൾ ആൻഡ് y2 ഈസ് ദ സെക്കൻഡ് ഒബ്സർവേഷൻ ഓഫ് ദി സെക്കൻഡ് സാമ്പിൾ. Then this x2 y2 will be paired together and these values are these information are obtained from the same population, same respondent. Okay, so respondent 1, respondent 2. ഇങ്ങനെ നമുക്കൊരു n respondents ഉണ്ടെങ്കിൽ rn ഉണ്ടെങ്കിൽ നമുക്ക് you will have n pairs xn yn. ഓക്കെ, ഇത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഇന്റർവെൻഷൻ സ്റ്റഡീസിനാണ്. ഇപ്പൊ ഈ പെയർ ടെസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ഡയറ്റ് ഒരു പർട്ടിക്കുലർ ഡയറ്റ് കൊടുക്കണം വിചാരിച്ചു. അതായത് ഇപ്പൊ നമുക്കറിയാം ഒത്തിരി കമ്പനികളൊക്കെ അവർക്ക് ഓരോ മെഡിസിൻസും അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസ് ഒക്കെ ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു 1 month ഡയറ്റ് പ്ലാൻ. ഓക്കെ, അങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കും. ഓക്കെ, എന്നിട്ട് അവർ പറയും ദിസ് വിൽ റെഡ്യൂസ് ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കുറയും. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഡയറ്റ് പ്ലാൻ അത് വർക്ക്ഔട്ട് ആവോ ഇല്ലോ എന്ന് അറിയാനായിട്ട് നമ്മളൊരു റിസർച്ചറാണ് അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അവരുടെ എതിരാളിയാണെന്ന് വിചാരിച്ചോ, നമുക്കത് അവരുടെ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ ഇല്ലോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇവരുടെ ഡയറ്റ് പ്ലാന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാനായിട്ട് they will collect a sample. For example, some 15 respondents വിചാരിച്ചു, ഒരു 15 റെസ്പോണ്ടൻസിന് എടുത്തിട്ട് ഇവര് ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നതിന് മുൻപ് ഇവരുടെ വാല്യൂസ് ഇവരുടെ വെയിറ്റ് കണ്ടെത്തും. ദാറ്റ് ഈസ് x1 x2 x3 എക്സെട്ര x15. ഓക്കെ, ദെൻ ഇവർക്ക് 1 month ഡയറ്റ് പ്ലാൻ കൊടുത്ത് അവരെ ഡയറ്റ് ചെയ്യിച്ചതിന് ശേഷം അവരുടെ സെക്കൻഡ് ഡയറ്റ് ചെയ്തതിനു ശേഷം അതേ ആളുകളിൽ നിന്ന് തന്നെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. സോ y1 y2 y3 എക്സെട്ര y15. ഓക്കെ, സോ ദിസ് x1 y1 എന്ന് പറയുന്നത് ഒരേ ആളിൽ നിന്ന് കളക്ട് ചെയ്ത
വാല്യൂസ് ആണ്. x2 y2 ഒരേ ആളിൽ നിന്ന് കളക്ട് ചെയ്ത വാല്യൂസ് ആണ്. അതായത് x1 എന്ന് പറയുന്നത് ഡയറ്റിന് മുൻപും y1 എന്ന് പറയുന്നത് ഡയറ്റിന് ശേഷവും. ഓക്കെ, x2 എന്ന് പറയുന്നത് y2 x വാല്യൂസ് എന്ന് വെച്ചാൽ ഡയറ്റിന് മുൻപുള്ളതും y വാല്യൂസ് എന്ന് പറയുന്നത് ഡയറ്റിന് ശേഷമുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്താ അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ x1 ഉം y1 തമ്മിൽ, അതായത് ഡയറ്റിന് മുൻപുള്ള വെയിറ്റും ഡയറ്റിന് ശേഷമുള്ള വെയിറ്റും തമ്മിൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടോ? ശരിക്കും സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടോന്നല്ല അറിയേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ y ബാർ ലെസ് ദാൻ x ബാർ ആണോ എന്ന് നമുക്ക് അറിയേണ്ടത്. കാരണം y ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റിന് ശേഷമുള്ള വെയിറ്റ് ആണ്. ഈ ആവറേജ് വെയിറ്റ് ഡയറ്റിന് മുൻപുള്ള ഡയറ്റ് പ്ലാനിന് മുമ്പുള്ള വെയിറ്റിനേക്കാളും കുറവായിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഡയറ്റ് പ്ലാൻ എഫിഷ്യന്റ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ശരിക്കും ചെക്ക് ചെയ്യേണ്ടത് y ബാർ മൈനസ് x ബാർ എന്താ പറയുക, അല്ലെങ്കിൽ x ബാർ ഈസ് ഗ്രേറ്റർ ദാൻ y ബാർ എന്നാണ്. അതല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ x ബാർ മൈനസ് y ബാർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടാക്കണം. നമുക്ക് അതിന് ഹൈപ്പോത്തസിസ് വേണം. ഹൈപ്പോത്തസിസ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഇതിന് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ അസംഷൻ വേണം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് കണ്ട ഇൻഡിപെൻഡൻസ് സാമ്പിൾ ടി ടെസ്റ്റിൽ പറഞ്ഞ പോലെ x ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, y ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല എടുക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ വി വിൽ ഡിഫൈൻ di ഈക്വൽ ടു xi മൈനസ് yi. അതായത് d1 എന്ന് വെച്ച് കഴിഞ്ഞാൽ x1 മൈനസ് y1, d2 എന്ന് വെച്ച് കഴിഞ്ഞാൽ x2 മൈനസ് y2, എക്സെട്ര. ഇപ്പൊ ഇന്ന് നമ്മുടെ ഇപ്പോഴത്തെ എക്സാമ്പിളിൽ 15 ഒബ്സർവേഷൻ ഉള്ളതെങ്കിൽ d15 ഇസ് ഈക്വൽ ടു x15 മൈനസ് y15. ഓക്കെ, and we assume that this di follows normal distribution with the mu comma sigma square. This di നമ്മൾ ഈ for I is equal to 1 to etc up to n. ഇവിടെ നമ്മൾ xi-ക്കും y-ക്കും അല്ല നമ്മൾ ഇവിടെ അസംഷൻ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ di-ക്കാണ് അസംഷൻ കൊടുക്കുന്നത്. di follows normal distribution with mu comma sigma square. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? We will test that mu equal to 0 or not. മ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ x1ന്റെയും xi-യുടെയും y-യുടെയും ഡിഫറൻസിന്റെ പോപ്പുലേഷൻ മീൻ ആണ്. ഡിഫറൻസിന്റെ പോപ്പുലേഷൻ മീൻ. ഓക്കെ, അപ്പൊ ഡിഫറൻസിന്റെ പോപ്പുലേഷൻ മീൻ എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഡിഫറൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, അത് പോസിറ്റീവോ അത് ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ എന്നുള്ളത് അത് വേറെ ഇതായിരിക്കും. അതായത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ലെസ് ആണെങ്കിൽ മ്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യണത് മ്യൂ ഈക്വൽ ടു 0 ആണ്. അതായത് ഇതിന്റെ ഡിഫറൻസിന്റെ പോപ്പുലേഷൻ മീൻസ് ഈക്വൽ ടു 0. അതായത് ഡിഫറൻസിന്റെ പോപ്പുലേഷൻ മീൻ ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഈ ഡയറ്റ് പ്ലാനിന് മുൻപും ശേഷവും ഇവരുടെ ആവറേജ് വെയിറ്റ് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ അർത്ഥം ആവറേജിന് മുൻപും ശേഷമുള്ള ഡയറ്റ് പ്ലാനിന് മുൻപും ശേഷമുള്ള വെയിറ്റ്സ് തമ്മിൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഈ മ്യൂ ഈക്വൽ ടു 0 മ്യൂ നോട്ട് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മ്യൂ ലെസ് ദാൻ 0 അല്ലെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറ്റ് പ്ലാനിന് മുൻപ് അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവെൻഷന് മുൻപ് നമ്മുടെ ഈ മുൻപും ശേഷവുമുള്ള വെയിറ്റ്സ് അല്ലെങ്കിൽ വാല്യൂസിന്റെ അല്ലെങ്കിൽ ഇന്റർവെൻഷന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡയറ്റ് പ്ലാനിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് ഈ ഇന്റർവെൻഷന് മുൻപും ശേഷവും അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻ മുൻപും ശേഷവുമുള്ള വെയിറ്റുകൾ സിഗ്നിഫിക്കന്റ്ലി ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആണെങ്കിൽ മാത്രമാണ് ആ ഡയറ്റ് പ്ലാൻ എഫക്റ്റീവ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ പെയർഡ് ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു ഡി ബാർ ഡിവൈഡ് ബൈ എസ് ഡി ഡിവൈഡ് ബൈ റൂട്ടൻ. ഡി ബാർ ഡിവൈഡ് ബൈ എസ് ഡി ബൈ റൂട്ടൻ ആണ്. ഇവിടെ ഡി ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡി ഐ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഡി ഐ ഈസ് ഈക്വൽ ടു xi മൈനസ് yi ആണ്. ഓക്കെ, അതായത് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിന്റെ ഡിഫറൻസ്. ഓക്കെ, ആ സാമ്പിൾസിന്റെ ഡിഫറൻസ് ആണ്. ആൻഡ് ദിസ് ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മ്യൂ കോമ സിഗ്മ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഈ DICകൾ ഈ ഡിഫറൻസുകളുടെ ആവറേജ് ആണ് ഡി ബാർ എടുക്കുന്നത്. ഈ ഡിഫറൻസുകളുടെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എസ് ഡി സ്ക്വയർ നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ഈ DICകളുടെ
സാമ്പിൾ വേരിയൻസ് ആണ് SD സ്ക്വയർ എന്ന് പറയുന്നത്. സാമ്പിൾ വേരിയൻസ് ഇതിന്റെ ഫോർമുല നോക്കണം, DI മൈനസ് D ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ N-1 ആണ് കേട്ടോ. സാമ്പിൾ വേരിയൻസ് ആണ് ഇത് ഇരിക്കുന്നത്. സോ ഇവിടെ SD എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിൾ സൈസ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. Then under null hypothesis, this test statistic will follow T distribution with N-1 degrees of freedom. Okay. The rejection rule means if mu greater than 0, reject H naught if T greater than T alpha. Mu less than 0, reject H naught if T less than minus T alpha. Reject H naught if mod T greater than T alpha by 2. ഇതിൽ നമ്മുടെ റിജക്ഷൻ റൂൾ നമ്മൾ ലാർജ് സാമ്പിൾ ടെസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ T ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതിന്റെ എല്ലാത്തിനെയും റിജക്ഷൻ റൂൾസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂസ് എല്ലാം ഒരുപോലെ തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രമാണ് മാറുന്നത്. ഓക്കെ, ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് N-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. നേരത്തെ നമ്മൾ ഇൻഡിപെൻഡന്റ് സാമ്പിൾ T ടെസ്റ്റിൽ കണ്ടപ്പോൾ N1 plus N2 minus 2 ആണ്. ഇവിടെ N-1 ആണ്. ഓക്കെ, സോ വി നീഡ് ടു ചെക്ക് the normal distribution. We need to check the T distribution table for N-1 degrees of freedom to obtain the critical values. Okay, fine. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. First problem: the following are the weights of 8 women before and after a new diet. Test whether the new diet significantly reduces the weight or not. ഓക്കെ, അപ്പം നമുക്കിവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത പോലത്തെ തന്നെ ഒരു എക്സാമ്പിൾ അവിടെ വന്നിരിക്കുന്നത്, ഒരു പ്രോബ്ലം ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഡയറ്റ് പ്ലാൻ ഉണ്ട്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഡയറ്റ് പ്ലാൻ ആണ്. അപ്പൊ ആ ഡയറ്റ് പ്ലാനിന്റെ എഫക്റ്റീവ്നെസ് അവർ പറയുന്നത് ആ ഡയറ്റ് പ്ലാൻ സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസസ് ദ വെയിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസസ് ദ വെയിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ആ വെയിറ്റിലെ റിഡക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 8 സ്ത്രീകളെ എടുത്തു. അപ്പൊ 8 സ്ത്രീകൾക്ക് ആ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നതിന് മുൻപ് ഉള്ള വെയിറ്റ് എടുത്തു. ദാറ്റ് ഇസ് 127, 130, 114, 139, 150 സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഡയറ്റ് പ്ലാനിന് ശേഷമുള്ള വെയിറ്റും എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞത് സാമ്പിൾ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 8 ആണ്. ഓക്കെ, 8 ആണ്. അതുപോലെ DI വാല്യൂസ് എന്ന് പറയുന്നത് ആദ്യത്തെ 127 മൈനസ് DI എന്ന് വെച്ചാൽ നമുക്കറിയാം DI is equal to XI minus YI ആണ്. സോ ഇവിടെ നമുക്ക് DI വാല്യൂസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. 127 minus 122 it is 5. Then 130 minus 120 it is 10. It is minus 2, 7, 6, 9, 12 and 1. These are the DI values. Okay, ഇനി നമുക്ക് ഈ DI യിൽ നിന്നും ഇതിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ D bar എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. D bar എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിന്റെ മീൻ ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 6. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DIസിന്റെ അതായത് ഡിഫറൻസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇറ്റ് ഈസ് 4.66 ആണ് വരുന്നത്. 4.66 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. ഓക്കെ, ലെറ്റ് mu be the population mean of DIs. Okay, let mu be the population mean of DIs. Okay, നമുക്ക് ഇവിടെ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാം. Now hypothesis no change, it is mu equal to 0 versus alternative hypothesis വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഡിസ്കഷൻ ആവശ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ alternative hypothesis എന്താ പറഞ്ഞിരിക്കുന്നത്, we need to test whether the diet significantly reduces the weight or not. Okay, അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന XI വാല്യൂ എന്ന് പറയുന്നത് ബിഫോർ, അതായത് ഡയറ്റ് പ്ലാനിന് മുമ്പ്. YI വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ആണ്, ഡയറ്റ് പ്ലാനിന് ശേഷമാണ്. ആൻഡ് വി ഹാവ് ടേക്കൻ DI is equal to XI minus YI. നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്, we need to check whether the diet significantly reduces the weight. അതായത് ഡയറ്റിന് ശേഷമുള്ള വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് മുമ്പത്തുള്ളതിനേക്കാളും കുറവാണോ ഇല്ലെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എന്ത് പറയും, ഇപ്പം DI is equal to XI minus mu ആണ്.
അപ്പൊ ഇതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ് ആകണമെങ്കിൽ ദിസ് മ്യൂ ദാറ്റ് ഈസ് the population mean of xi minus yi, this mu should be greater than 0. Mu greater than 0. അതായത് mu എന്ന് വെച്ച് കഴിഞ്ഞാല് xi minus yi ഈ ഡിഫറൻസിന്റെ മീൻ ആണ്. ഓക്കെ, ഈ ഡിഫറൻസിന്റെ മീന് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രമാണ് ഫസ്റ്റത്തെ വാല്യൂ xi-യേക്കാളും yi ചെറുതാന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ സെറ്റ് അവർ ടെസ്റ്റ് ഹൈപ്പോത്തസിസ്. ഓക്കെ, so this is the hypothesis and test statistic. Test statistic T is equal to D bar divided by SD divided by root n, and this will follow T distribution with the n1 minus 1 degrees of n minus 1 degrees of freedom. Okay, therefore T is equal to D bar nu vecha 6 aanu, 6 divided by 4.66 by root 8. Okay, and which is equal to 3.6419. 3.6419. Okay, this is the value of the test statistic. ഇനി നമുക്ക് റിജക്ഷൻ റൂൾ നോക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ റിജക്ഷൻ റൂൾ എന്ന് പറയുന്നത് റിജക്ഷൻ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ് H0 if T greater than T alpha. ഇതാണ് നമ്മുടെ റിജക്ഷൻ റൂൾ. ഇനി ആൽഫയുടെ വാല്യൂ തന്നിട്ടില്ലാത്ത കാരണം തന്നെ വി ക്യാൻ ടേക്ക് ആൽഫ ഇസ് ഈക്വൽ ടു 0.05. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ ഇറ്റ് ഈസ് 7. So for 0.0 നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 for 7 degrees of freedom. It is നമ്മുടെ ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വാല്യൂ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, സോ വൺ ടെയിൽ ടെസ്റ്റ് ആണ്. സോ നമ്മുടെ ഫസ്റ്റത്തെ കോളം ആണുള്ളത്. ആൽഫ ഇസ് ഈക്വൽ ടു 0.05 ആണ്. Then for 7 degrees of freedom it is 1.894. That means T 0.05, that's critical value is equal to 1.894 ആണ്. Okay, since T, what is T is equal to? T എന്ന് പറയുന്നത് T is equal to 3.6419 ആണ്. 6.19 is greater than the critical value 1.894. We reject the null hypothesis H0. That is mu equal to 0. Okay, we will reject the null hypothesis. That means the diet plan significantly reduces the weight or not. Okay, നമുക്കറിയാം, if you reject the null hypothesis, we need to accept the alternative hypothesis. മനസ്സിലായോ? അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താ പറഞ്ഞത്? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഇറ്റ്സ് mu greater than 0 ആണ്. mu greater than 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ the diet plan significantly reduces the weight എന്നുള്ളതാണ്. Okay, so we accept the alternative hypothesis. Okay, ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. Certain diet was fed to 10 mice and the following increases in weight. Following increase in weights have been noted as 2.2, 3.4, minus 0.8, 1.2, minus 1, minus 0.5, 2.5, 2.7, minus 1.2 and 2.10. It is assumed that the weight following normal distribution test whether the diet has any significant effect on the weight of mice. Okay, ഇത് നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെയുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ ഡയറ്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ ക്യാപ്സൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ ആണെന്ന് വിചാരിച്ചു. അപ്പൊ അത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള മെഡിസിൻ ആണ്. അപ്പൊ ആദ്യം ഏത് മെഡിസിൻസ് ആണെങ്കിലും ആദ്യം മനുഷ്യരിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് പലപ്പോഴും ഇതുപോലെ നമ്മുടെ വൈറ്റ് റാറ്റ്സിലോ അല്ലെങ്കിൽ ഗിനി പിക്സിലൊക്കെ അപ്ലൈ ചെയ്ത ശേഷമാണ് അപ്ലൈ ചെയ്ത് അതിന്റെ ഫലം പോസിറ്റീവ് ആണെങ്കിൽ മാത്രമാണ് മനുഷ്യരിലേക്ക് അത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ ചെയ്തിരിക്കുകയാണ്. ഒരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മെഡിസിൻ ആണെന്ന് വിചാരിച്ചു. ആ മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു മുമ്പ്, അതായത് മനുഷ്യരിലേക്ക് അപ്ലൈ ചെയ്തതിനു മുമ്പ് ആദ്യം
ഇത് എലികളിൽ പരീക്ഷിക്കുകയാണ്. 10 മൈസ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു 10 എലികളിൽ ഈ എന്താ പറയുക ഈ പർട്ടിക്കുലർ ഡയറ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ മെഡിസിൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മൊത്തം നമ്മുടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 10 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഡയറ്റ് അതായത് ഈ മെഡിസിൻ കൊടുക്കുന്നതിന് മുൻപും കൊടുത്തതിന് ശേഷവുമുള്ള വെയിറ്റ് എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമുക്ക് ഡയറക്ട്ലി DI വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ DI വാല്യൂസ് ആണ് 2.2, 3.4, -0.8 എന്ന് പറഞ്ഞ ഈ വാല്യൂസ് ഒക്കെ. ഓക്കെ, ദാറ്റ് ഈസ് XI - YI ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കത് XI - YI കാൽക്കുലേറ്റ് ആവശ്യമില്ല. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അത് കണ്ടുപിടിക്കുന്നത് D ബാറും അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അതായത് DI വാല്യൂസിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ n = 10 ആണ്. ആൻഡ് D ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1.08 ആണ്. അതുപോലെ ഇതിന്റെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1.7744 ആണ്. ഓക്കെ, ടെസ്റ്റ് വെദർ ദ ഡയറ്റ് ഹാസ് എനി സിഗ്നിഫിക്കന്റ് ഇഫക്ട് ഓൺ ദി വെയിറ്റ് ഓഫ് മൈസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാം. ഹൈപ്പോത്തസിസ് mu = 0 versus H1 mu not equal to 0. Here mu is the mean of DIs അല്ലെങ്കിൽ mean of the differences of the values Xis and Yis. Okay, അപ്പൊ ആദ്യം നമ്മൾ പറയണം ഇറ്റ് ഇസ് ദ പോപ്പുലേഷൻ മീൻ. ഓക്കെ, ഇനി നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് T = D bar divided by SD by √n. So under null hypothesis, this will follow T distribution with the n-1 degrees of freedom. Okay, so ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ n = 10 ഉണ്ട്, D ബാർ തന്നിട്ടുണ്ട്, SD ഒക്കെ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ T വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ T എന്തായിരിക്കും? T = D bar, it is 1.08 divided by 1.7744 by √10, and this value is 1.9248 ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ mu not equal to 0 ആണ്. സോ നമ്മുടെ റിജക്ഷൻ റൂൾ എന്ന് പറയുന്നത് റിജക്ട് H0 if mod T greater than T alpha by 2 ആണ്. ഓക്കെ, സോ ഇവിടെ ആൽഫ തന്നിട്ടില്ല. ആൽഫയുടെ വാല്യൂ തരാത്ത കാരണം തന്നെ ടേക്ക് ആൽഫ is equal to 0.05 ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-1 ആണ് ആൻഡ് ഇറ്റ് ഇസ് 9. therefore our critical value T 0.05 0.9 degrees of freedom. 9 degrees of freedom ടു ടൈൽഡ് ആണ്. ടു ടൈൽഡ് എന്ന് പറയുമ്പോൾ അപ്പൊ ഈ ടേബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ടു ടൈൽഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ടു ടൈൽഡ് 2.05% വരുമ്പം 9 degrees of freedom ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2.262 ആണ്. ഓക്കെ, so 2.262 is our critical value. Therefore the critical value is 2.262 ആണ്. Okay, since mod T, what is mod T? Mod T is equal to 1.9248 is not greater than T alpha, that is 2.262 or critical value. We do not reject the hypothesis. Okay, so നമുക്ക് തമ്മിൽ ഒരു significant difference ഉണ്ട് എന്ന് പറയാൻ സാധിക്കത്തില്ല. Okay, so we can say that the diet is not effective. Okay, diet effective അത് നമുക്ക് അവിടെ ഒരു significant difference ഉണ്ടെങ്കിൽ, അതായത് പോപ്പുലേഷൻ മീൻ ഒരു significant difference ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇവിടെ പോപ്പുലേഷൻ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റിന് മുൻപും ശേഷവുമുള്ള വെയിറ്റുകളുടെ ഡിഫറൻസിന്റെ മീനാണ്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം മുൻപും അതായത് ഡയറ്റിന് മുൻപും ശേഷവും എന്താ പറയാ ഓൾമോസ്റ്റ് ഈക്വൽ ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഒന്നും പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ we do not reject the hypothesis.
ഓക്കെ, സോ ഈ ഡയറ്റ് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഓക്കെ, താങ്ക് യു.